എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽത്ത് ആൻഡ് ലോ, അതായത് ലോസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഹെൽത്ത്. നമ്മൾ കൂടുതലും ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നോക്കണം, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ കൺസർവേറ്റീവ് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ പണ്ടത്തെ ആൾക്കാർ ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പല സാമൂഹിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണത്താൽ നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയും നമുക്ക് സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സ്ഥിതിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ് നയപരമായ സപ്പോർട്ട്, അതായത് ലോ റിലേറ്റഡ് സപ്പോർട്ട്. ഹെൽത്ത് ആസ്പെക്ട്സിൽ എന്തൊക്കെ ലോസ് ആണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം, നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് തരുന്ന പല കാര്യങ്ങളും നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഷജന, ഹൈക്കോർട്ടിലെ പ്രാക്ടീസിങ് ലോയറാണ്. അപ്പോൾ വെൽക്കം ഷജന. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷജന. ഞാൻ കഴിഞ്ഞ 17 കൊല്ലത്തോളമായി എറണാകുളത്ത് വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കേരള ലീഗൽ സർവീസ് അതോറിറ്റീൻ്റെ കീഴിലുള്ള ഹൈക്കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ 10 കൊല്ലത്തോളമായി സൗജന്യ നിയമ സേവന സഹായം നൽകുന്ന പാനലിൽ ഒരു അഡ്വക്കേറ്റാണ്. നമ്മൾ മാർജിനലൈസ് സെക്ഷൻസിന് വേണ്ടിയിട്ട് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ട്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്റ്റാഫ് എന്ന നിലയിൽ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്. കൂടുതലായിട്ട് സ്ട്രേ ആയി പോവാതെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന രീതിക്ക് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ മാനേജബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിലാണ് നമുക്ക് ഒരു ലോയറിന്റെ എന്താണ് നയപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കാര്യം വരുന്നത്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഒരു ആക്ട് ഉണ്ട്, HIV AIDS ആക്ട് ഉണ്ട്. ഡിസബിലിറ്റി, അതായത് എന്ത് തരം ഡിസബിലിറ്റി, ഫിസിക്കൽ ഡിസബിലിറ്റീസിനുള്ളവർക്കുള്ള ആക്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ജെൻഡർ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പുതിയ ജെൻഡേഴ്സിനെ ഇൻക്ലൂസീവ് സൊസൈറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി കേരളത്തിലുണ്ട്. MTP ആക്ട്, അതായത് നമ്മുടെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അബോർഷൻ എന്ന കാര്യങ്ങളിലുള്ള ആക്ട് ഉണ്ട്. പിന്നെ അതുകൂടാതെ സെക്സ് ഡിറ്റർമിനേഷൻ പല രാജ്യങ്ങളിലും ആക്സെപ്റ്റബിൾ, അതേപോലെ അബോർഷൻ പല രാജ്യങ്ങളിലും ലീഗലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും ഇല്ലീഗലായിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് വി ക്യാൻ അപ്രോച്ച് ദ അതോറിറ്റി, ഹെൽത്ത് അതോറിറ്റി, ഇഫ് ദർ ഇസ് സം ക്ലോസസ്. എന്ത് ബേസിസിലായിരിക്കും ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ആക്ടാണ് കൂടുതലും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആക്ട് റിവൈസ് ചെയ്യുന്ന ഒരു ആവശ്യം വരുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ആക്ട് എന്ന് പറയുമ്പോൾ ഒരു നിയമം, ആ നിയമം കൊണ്ടുവരുന്നത് ലെജിസ്ലേച്ചറാണ്. കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓൺലി ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദോസ് ലോസ്. അതിൽ അപ്പം ഒരു ആക്ട് വന്ന് ആ ആക്ട് പ്രകാരം പേഴ്സൺസ് വിൽ ബി ഹാവിങ് സർട്ടൻ റൈറ്റ്സ്, അല്ലെങ്കിൽ സം പീപ്പിൾ വിൽ ബി ഹാവിങ് സർട്ടൻ ഡ്യൂട്ടീസ് ആൻഡ് ദേ മേ നോട്ട് ബി ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടീസ്. അങ്ങനെ ആകുമ്പോൾ ദ ജനറൽ പബ്ലിക് വിൽ ബി എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദേ ആർ നോട്ട് ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദെയർ റൈറ്റ്, ആ റൈറ്റ്സ് എല്ലാം നമ്മൾ പല നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബേസിക് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 21 മെയിൻ ആയിട്ട് നമ്മൾ ഒരു എന്താ പറയുക പാരന്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന പോലെ റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ലിവ് ഇൻ എ പ്രിവിലേജ്ഡ് വേ, അതെല്ലാം. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിനുള്ള ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട് പാർട്ട് 3. സ്റ്റേറ്റ് ഷുഡ് provide policies for attainment of adequate health facilities to all without any discrimination. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് എല്ലാ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് കൊണ്ടുവന്നതാണെങ്കിലും അവർക്ക് ഡിസ്ക്രിമിനേഷൻ
അവരോട് ഡിസ്ക്രിമിനേഷൻ പാടില്ല. HIV affected പേഴ്സൺസിന് because of their health condition they should not be discriminated, they should not be kept aside, and they should not be denied of their valuable right which they are otherwise entitled to. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടേണ്ടതായിരുന്ന കുറെ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഓൺലി ബിക്കോസ് ദേ ആർ HIV പോസിറ്റീവ് അല്ലെങ്കിൽ ദേ ആർ ഹീസ് എ പേഴ്സൺ വിത്ത് പെർമനന്റ് ഡിസബിലിറ്റി, അങ്ങനെ ദേ ഷുഡ് നോട്ട് ബി ഡിനൈഡ് ദെയർ റൈറ്റ്സ്. അപ്പം അതിന് അവർക്കൊരു പ്രൊട്ടക്ഷൻ, ആ മാർജിനലൈസ് സെക്ഷനാണ് അവർ. അപ്പം അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുമ്പം ഇപ്പം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അവർക്ക് ഇത്ര ശതമാനം റിസർവേഷൻ ഉണ്ട് പബ്ലിക് സെക്ടർ അല്ലെ എംപ്ലോയ്മെന്റ്, പിന്നെ അവർക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട്, ഡിസബിലിറ്റീസ് പെൻഷൻ ഉണ്ട്. അപ്പം അതെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇഫ് എനി പേഴ്സൺ ഇസ് നോട്ട് ഗെറ്റിംഗ് ദാറ്റ് പ്രൊട്ടക്ഷൻ അവർ കോടതിയിൽ വരാം. ദാറ്റ് ഇസ് അപ്പോഴാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ഇവൻ ദർ ഇസ് എ ക്ലിയർ ഗൈഡ് ലൈൻ ഇൻ ആൻ ആക്ട് ആൻഡ് ദ അതോറിറ്റീസ് ആർ നോട്ട് ഇംപ്ലിമെന്റിങ്, കോടതിയിൽ വന്നാൽ കോടതി വിൽ ഗീവ് സ്ട്രിക്റ്റ് ഡയറക്ഷൻ. അങ്ങനെ അത് ഇംപ്ലിമെന്റേഷൻ മോർ ഓർ ലെസ് നമ്മളത് ഒരു 90% ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കോടതിയിൽ നിന്ന് വരും. പിന്നെ ചില ഇൻസ്റ്റൻസ് കോടതിക്ക് തോന്നും ഈവൻ ദോ ദർ ഇസ് എ ലോ, ആ ഇംപ്ലിമെന്റേഷൻ ഇസ് നോട്ട് കറക്റ്റ്ലി ഡൺ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പോക്സോ ആക്ടിൽ വെൻ ദ വിക്ടിം ഓർ സർവൈവർ വാണ്ട്സ് ടു റിപ്പോർട്ട് ദ കേസ്, അവർ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. They just have to inform the police, or anybody can inform the police and file a complaint. Then ആ പോക്സോ വിക്ടിം ആണെങ്കിൽ പോലീസ് നേരിട്ട് വന്ന്, ഒരു ലേഡി കോൺസ്റ്റബിൾ ആയിരിക്കണം, ഷീ ഷുഡ് ബി ഇൻ എ സിവിൽ ഡ്രസ്, നേരിട്ട് വന്ന് ഈ വിക്ടിമിന് അല്ലെങ്കിൽ ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആയിരിക്കണം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനത്തെ പല ഇംപ്ലിമെന്റേഷൻ ആസ്പെക്ട്സും പോക്സോയിലുണ്ട്. പക്ഷെ എല്ലായിടത്തും അത് ഇംപ്ലിമെന്റിങ് ലെവലിൽ വരുമ്പോൾ ചിലപ്പോൾ പറയും യു ഹാവ് ടു കം പോലീസുകാർ, ചില പോലീസ്, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഒരു പേഴ്സണൽ ഇതിൽ വെച്ച്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്രിഞ്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ ദേ കൻ അപ്രോച്ച് ദ കോർട്ട് ആൻഡ് സേ ഇങ്ങനെ ദിസ് ഇസ് നോട്ട് വാട്ട് ദ ആക്ട് ഇസ് സ്റ്റേറ്റഡ്, അപ്പോൾ അത് അവർ ചെയ്യുന്നത് ശരിയല്ല, ദാറ്റ് ഇസ് എഫക്റ്റിംഗ് ദ റൈറ്റ് ഓഫ് ദ സർവൈവർ. അപ്പം ആ രീതിയിൽ വരുമ്പോൾ, അപ്പോൾ ഈ അടുത്ത് ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. കാരണം ഈവൻ ഫോൺ കോൾ ചെയ്തിട്ട് വരെ, ബിക്കോസ് ദ വിക്ടിം ഡസ് നോട്ട് ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പോലീസ് ഡയറക്ട്ലി, ഷീ ക്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എ കംപ്ലൈന്റ് ഈവൻ ബൈ എ ഫോൺ കോൾ. അങ്ങനെ അപ്പോൾ കോടതി ഡയറക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചില കേസസിൽ കോടതിക്ക് ഒരു ലോ ഉണ്ടാക്കാൻ പറ്റില്ല. വാട്ട് ലോ ഇസ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ഇങ്ങനത്തെ സ്ഥലത്ത് ലാക്കുനാസ് കാണുമ്പോൾ, ആ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ അല്ല എന്ന് തോന്നുമ്പോൾ കോടതി ലെജിസ്ലേച്ചർ, അതായത് ഇത് ഗവൺമെന്റിനോട് പറയും ഈ ആസ്പെക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് യു ഷുഡ് ഫോർമുലേറ്റ് പ്രോപ്പർ ലോ. അപ്പം അങ്ങനെയാണ് അമെൻമെന്റ്സ് വരുന്നത്. പല ഇതിലും അമെൻമെന്റ്സ്. ഇപ്പം MTP-ലാണെങ്കിൽ പുതിയ അമെൻമെന്റ്സ് വന്നു. അതായത് ഫസ്റ്റ് ഇനീഷ്യൽ 12 years വരെ ഒരു ഡോക്ടർ റെക്കമെൻഡേഷൻ, അപ് ടു 20 ആണെങ്കിൽ 2 ഡോക്ടർ. അപ്പൊ അത് മാറ്റി നമ്മൾ ഈ സൊസൈറ്റീൻ്റെ എവല്യൂഷൻ അത് വരുമ്പം കോർട്ട് ഫൗണ്ട് ദാറ്റ് അങ്ങനെ ആ ഒരു റെസ്ട്രിക്ഷൻ ആവശ്യമില്ല. നൗ ഇറ്റ് ഇസ് അപ് ടു 20 ഒരു ഡോക്ടർ റെക്കമെൻഡേഷൻ മതി. ബിറ്റ്വീൻ 20 to 24 2 ഡോക്ടർ. ബിയോണ്ട് 24 മെഡിക്കൽ ബോർഡിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടഡ് മെഡിക്കൽ ബോർഡിന്റെ റെക്കമെൻഡേഷൻ എക്സ്ട്രീം സർക്കംസ്റ്റൻസസ്, വിക്ടിംസ്, ഹരാസ്മെന്റ് വിക്ടിംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും ബയോളജിക്കൽ ഇതുള്ള ഒരു ഇതാണ്, പ്രഗ്നൻസി ആണ്, അതായത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഈ മെഡിക്കൽ ബോർഡ്. അപ്പം അതാണ് ഇവോൾവ്, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ചസ് ആവശ്യമുണ്ട്. ഇപ്പം IPC-യിൽ മുമ്പൊന്നും ഈ എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 376 റേപ്പിൻ്റെത് അത്രയും സ്ട്രിഞ്ചൻ്റ് ആയിരുന്നില്ല. കാരണം എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ടായില്ല. 2016 ഡൽഹി ആ കേസ്, അതിനു ശേഷം വന്ന 2013 അത് അമെൻഡ് ചെയ്ത് കൂടുതൽ സ്ട്രിഞ്ചൻ്റ് പണിഷ്മെന്റ്സ് വന്നു. കാരണം ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനത്തെ തരത്തിലുള്ള ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. അപ്പം എന്താ അത് കുറച്ചും കൂടി പണിഷ്മെന്റ് കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആക്കണം എന്ന് കോടതിക്ക് തോന്നി. അങ്ങനെ പറഞ്ഞ് അപ്പം അങ്ങനെ IPC-യിൽ ആ പ്രൊവിഷൻസ് കുറച്ചും കൂടി എന്താ പറയുക, സിവിയർ പണിഷ്മെന്റ്സ് കൊടുക്കുന്ന പ്രൊവിഷൻസ് ആക്കി. നമുക്ക് ഈ റിവിഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പേർട്സ് ഉണ്ട്, ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ട്, കുറച്ച് പബ്ലിക്
which has been denied rights on. So how do they approach for a revision? ഫസ്റ്റ് നമ്മൾ ഇത് ഒരു ഗൈഡ് ലൈൻസ് എഴുതി, റിവൈസ് ഗൈഡ് ലൈൻസ് എഴുതി, മേ ബി അവർ എക്സ്പേർട്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച്. സോ ഇസ് ദർ എ സിസ്റ്റം ഫോർ ദാറ്റ്? ഒരു ഫോമൽ സിസ്റ്റം ഉണ്ടോ അതിന്? ലീഗലി പറയുകയാണെങ്കിൽ ഒരു certain ഏരിയയിൽ ഇഫ് ദ എക്സ്പേർട്ട് ഫൈൻഡ്സ് ദാറ്റ് ദ ലോ ഈസ് നോട്ട് അഡിക്വേറ്റ്, അവർ ആ ലോയിൽ ചേഞ്ച് വേണമെന്ന് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പെർട്ട് പാനൽ വെച്ച് സ്റ്റഡി എല്ലാം നടത്തി, സർവേസ്, എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സർവേസ് കണ്ടക്ട് ചെയ്ത് ആ സർവേ പ്രകാരം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആസ്പെക്ട്സിൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുക്കാം. അപ്പം ലീഗൽ ഏരിയയിലേക്ക് വരുമ്പം അതിന് നമ്മൾ പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് യൂഷ്വലി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പേഴ്സണൽ റൈറ്റിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോകാൻ പറ്റുക. എൻ്റെ പേഴ്സണൽ റൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ റൈറ്റ്, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ദേ ആർ നോട്ട് ഡൂയിങ് ദെയർ ഡ്യൂട്ടി, സോ എനിക്ക് ദേ ഡൂയിങ് ദെയർ ഡ്യൂട്ടി ഇസ് മൈ റൈറ്റ് എന്നുള്ള രീതിയിൽ യൂഷ്വലി പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഈ ഡൽഹിയിൽ കാർപ്പറ്റ് ഇൻഡസ്ട്രിയിലുള്ള കുട്ടികളുടെ ചൈൽഡ് ലേബേഴ്സിൻ്റെ ഹെൽത്ത് ഹസാർഡ്സിനെ പറ്റിയിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അത് സുപ്രീം കോർട്ടിൽ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയത്. കാരണം അവർ ആ കുട്ടികളുടെ അവസ്ഥയും അവരുടെ ഹെൽത്ത് എങ്ങനെ, ബിക്കോസ് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ ഹെൽത്ത് എല്ലാവരും ഒരു കോമൺ സിംറ്റംസ്, കോമൺ അസുഖങ്ങൾ കാണിച്ച് തുടങ്ങിയപ്പം ആണ് ഇത് ഈ NGOസിൻ്റെ ഇതിൽ വന്നത്, ശ്രദ്ധയിൽ വന്നത്. അങ്ങനെ അവരുടെ അപ്രോച്ച് സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ടിനും ഇങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് മെയിൻ അതോറിറ്റി. ഹൈക്കോർട്ടിനും പവർ ഉണ്ട്. അങ്ങനെ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫോർ എ പബ്ലിക് ഗുഡ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അതിന് വേണ്ടി പബ്ലിക്കിന് എന്ന് പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പം സ്ട്രിഞ്ചൻ്റ് ആയിട്ടാണ് ഇങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് വരുമ്പോൾ കോടതി അത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. പക്ഷേ ഇഫ് ദ കോർട്ട് ഫീൽസ് ദാറ്റ് ശരിക്കും അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ലോ പബ്ലിക്കിന് ഇസ് നോട്ട് പ്രോപ്പർ, അവർക്ക് പബ്ലിക്കിന് ഒരു ഗുണം കിട്ടുന്നില്ല എന്ന് വരികയാണെങ്കിൽ അങ്ങനെ കോടതി പോവാം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കാം. അപ്പം അതിൽ വേണമെങ്കിൽ കോടതിക്ക് എക്സ്പെർട്ട് കമ്മീഷനെ വെക്കാം, സർവേ പറയാം, ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഡയറക്ഷൻസ് കൊടുക്കാം. എന്നിട്ട് അതിലൊരു റെക്കമെൻഡേഷൻ, കോർട്ട് റെക്കമെൻഡേഷൻ പോലെ കൊടുത്തിട്ട് ലെജിസ്ലേച്ചറിൽ വെച്ചിട്ട് അവിടുന്ന് ആക്ട് ആക്കി വിടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്, പലരും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പല ആക്റ്റും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ? വാട്ട് എവർ വി വെർ ഇൻറ്റൻഡിങ് ടു ഡു ഫോർ ദ പബ്ലിക്, നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഫോർ ദ പബ്ലിക് ഗുഡ്, ഒരു പബ്ലിക് ലിറ്റിഗേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ, ബട്ട് വെദർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദോസ് ഹു വെൻറ്റ് ഫോർ ദെയർ റൈറ്റ്സ്, ഓർ ആർ അതർ പീപ്പിൾ getting the clue that ഇങ്ങനൊരു ആക്ട് ഉണ്ട്, they can actually approach the court for getting their rights. അങ്ങനെ ഒരു സാഹചര്യമാണോ ഇപ്പം നിലനിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊരു ആക്ട് ലെജിസ്ലേച്ചർ കൊണ്ടുവന്നാലും ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ്. ന്യൂസ് പേപ്പറിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഗസറ്റിലാണെങ്കിലും, ഫസ്റ്റ് ഗസറ്റിലാണ് അത് പബ്ലിഷ് ചെയ്ത് ഫുൾ പബ്ലിക് ഇത് കൊടുത്തിട്ടാണ് ഒരു ആക്ട് കൊണ്ടുവരുന്നത്. നമുക്കറിയാം എന്ത് ആക്ട്, ഇപ്പോൾ വിമൻ റിസർവേഷൻ ബില്ല് കഴിഞ്ഞ ഇതിൽ അതിൻ്റെ ആ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഡിസ്കഷൻ അതിനെ പറ്റിയെല്ലാം ന്യൂസ് പേപ്പറിലും ടി വിയിലും എല്ലാം വരുന്നുണ്ട്. അപ്പം സോ പബ്ലിക്കിന് അങ്ങനെയല്ലേ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലോയേഴ്സ് അത് പബ്ലിക് ആൻഡ് ഓൾവേസ് അപ്രോച്ചസ്. അതെ. അപ്പം ആരെങ്കിലും അങ്ങനെ ഇപ്പം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊരു ആക്ട് വർഷങ്ങളായിട്ട് എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവെയർ അല്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ അങ്ങനെ ആരെങ്കിലും വരുമോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊളീഗ്സ് വഴിയോ ഫ്രണ്ട്സ് വഴിയോ അങ്ങനെ അറിയാൻ്റെ വന്നിട്ടുണ്ടോ? ബിക്കോസ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്, ഹെൽത്ത് സൈഡിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ അത് ബേസിക്കലി നമ്മളെ സോഷ്യൽ ഒരു സെറ്റപ്പ്, അതായത് നമുക്ക് അറിയാം സൊസൈറ്റി, നമ്മളൊരു സൊസൈറ്റി ആണെങ്കിൽ പോലും ഒരു ലോവർ സ്ട്രാറ്റ, മിഡിൽ ഇൻകം സ്ട്രാറ്റ, ഹയർ ഇൻകം സ്ട്രാറ്റ അങ്ങനെ ഉണ്ട്.
അപ്പം അധികവും ഈ അറിയാതെ അവയർനെസ് ഇല്ലാതെ വരുന്നതൊക്കെ ഈ ഒരു എന്താ പറയാ എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സെറ്റപ്പ് ലൈക്ക് ട്രൈബൽസ് അതൊക്കെ കാരണം ദേ ഹാവ് നോ ആക്സസ് ടു ദീസ് പബ്ലിക് റിസോഴ്സസ്. അങ്ങനെ വരുന്നവർക്കാണ് അധികവും ഈ ലോ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അത് അങ്ങനെ ആ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുക എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് സിസ്റ്റം അത് മാറ്റുക തന്നെയാണ് അതിന് മെയിൻ റെമഡി. പിന്നെ ഹെൽത്ത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ സ്റ്റേറ്റ് പോളിസീസും ഉണ്ട്, അല്ലാതെ സെൻട്രൽ പോളിസീസ് ആക്ടും ഉണ്ട്. പലതും ചിലപ്പോൾ നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് ലോ അല്ലെങ്കിൽ അതൊരു ആക്റ്റായിട്ട് വരുമെന്ന് അറിയില്ല, പക്ഷെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു പോളിസി ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ? അതായത് ഇപ്പോൾ സെൻട്രൽ ആക്ട് ആണെങ്കിലും സെൻട്രൽ പോളിസി ആണെങ്കിലും ആ പോളിസിയിൽ റൂൾസ് പ്രൊവൈഡ്, അതായത് റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി പെർട്ടിക്കുലർ സ്റ്റേറ്റ്സിന് അധികാരം കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് എപ്പോഴും വെക്കും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സാണ്. കേരളത്തിലുള്ള അവസ്ഥയല്ല ഇപ്പോൾ മധ്യപ്രദേശ്, ബീഹാർ അവിടേക്ക് വരുമ്പോൾ. അപ്പം എന്തൊരു സെൻട്രൽ ആക്ട് ഉണ്ടെങ്കിൽ പോലും ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള ഒരു അധികാരം വെച്ചിട്ടാണ് എപ്പോഴും ഇത് ചെയ്യുക. അപ്പം അത് വെച്ചിട്ട് സ്റ്റേറ്റ്സ് അവരുടെ നീഡ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള എന്തൊക്കെയാ സൊസൈറ്റിയൽ സെറ്റപ്പ് അത് വെച്ചിട്ട് അവർ റൂൾസ് ഫ്രെയിം ചെയ്ത് അങ്ങനെ ആ ഇത് മീറ്റ് ചെയ്യാണ് ചെയ്യാറ് സാധാരണ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയും ഒരു ആസ് എ ലോയർ ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സ് എന്തെങ്കിലും പേഴ്സണലി ഡീൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ഡീൽ ചെയ്ത് കണ്ടിട്ടുള്ളതോ കോർട്ടിൽ വന്നിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ചോദിച്ചു. ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സ് നമ്മൾ കോർട്ടിൽ വരുന്നത് മെയിൻലി മെഡിക്കൽ നെഗ്ലിജൻസ് കേസസ് ആണ്. അതിപ്പം ഈ അടുത്ത് എന്താ പറയുക കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഒരു ലേഡീൻ്റെ വയറ്റിൽ കത്രിക വെച്ച്, അപ്പം അതിൽ വരുന്ന അങ്ങനത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് അവരുടെ ഡ്യൂട്ടി ഓഫ് കെയറിൽ അപ്പോൾ ഡോക്ടേഴ്സ് ഇത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എത്രത്തോളം ആ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടും അവരെന്തുകൊണ്ട് പ്രോപ്പർ ആക്ഷൻസ് എടുത്തില്ല. അപ്പം അങ്ങനത്തെ അപ്പോൾ ആ പ്രോപ്പർ ആക്ഷൻ എടുക്കാത്തതാണ് ഇപ്പം എന്താ പറയുക ന്യൂസിൽ മെയിനായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് അത് അത്രയും ഇഷ്യൂ ആയി കേസായി കഴിഞ്ഞപ്പോഴാണ് പ്രോപ്പർ ആക്ഷൻ എടുത്ത് ആ പേഴ്സൺസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ എൻക്വയറിയും അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്തത്. അത് അങ്ങനെ പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസിൽ അങ്ങനത്തെ റിലേറ്റഡ് മാറ്റർ, അതായത് നെഗ്ലിജൻസ് ഉണ്ടോ അത് നമ്മൾ കൺസ്യൂമർ കോടതിയിലാണ് പോവുക. അതായത് ഒരു സർവീസ് പ്രൊവൈഡർ അവർ കൊടുക്കേണ്ട സർവീസ് കാര്യം ആ ഒരു ഡിഗ്രി ഓഫ് കെയർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് കൺസ്യൂമറിൽ എപ്പോഴും നോക്കുക. പിന്നെ വരുന്നത് നമ്മൾ കോടതിയിൽ വരുന്നത് മെയിനായിട്ട് മോട്ടോർ ആക്സിഡൻറ്റ്സ് കേസസ്. അപ്പോൾ അതിൽ ഒരാൾക്ക് എത്രത്തോളം ഇത് വന്നു, ആക്സിഡൻറ്റിൽ എത്രത്തോളം ഡാമേജ് വന്ന് അതുകൊണ്ട് ഫിസിക്കൽ ഡിസബിലിറ്റി വന്നോ, അപ്പം അത് എത്രത്തോളം ഉണ്ട്, ഹൗ മച്ച് ഇറ്റ് വിൽ എഫക്ട് ഹിസ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി, അങ്ങനത്തതൊക്കെയാണ് മെയിനായിട്ട് ഇത് വരുന്നത്. പിന്നെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ആക്ട് ഉണ്ടല്ലോ, ആ ആക്ടിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ കേസ്? ഏത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, MTP ആക്ട് ഉണ്ട്, HIV ആക്ട് ഉണ്ട്, പിന്നെ സറഗസി അതൊന്നും ഇപ്പൊ സറഗസിന്റെ പറയുകയാണെങ്കിൽ ഈ അടുത്ത് നയൻതാരന്റെ കേസ്, അതായത് അവര് കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഹാർഡ്ലി 4 months കഴിഞ്ഞപ്പോൾ കുട്ടികളുണ്ടായെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പം അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. കാരണം സറഗസി ആക്ട് പറയുന്നത് ഒരു 5 കൊല്ലം മാരീഡായ കപ്പിളിനാണ് സറഗസി ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ദാറ്റ് സറഗേറ്റ് മദർ ഷുഡ് ബി റിലേറ്റഡ് ടു ദ കപ്പിൾ, അങ്ങനത്തെ കാര്യം. അപ്പം ജസ്റ്റ് ഒരു 4 months 5 months ബാക്ക് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് 5 months കഴിഞ്ഞപ്പോഴത്തേനും വേറെ കുറെ ലൈക്ക് ഹൗ they should approach a surrogacy clinic അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കമേഴ്ഷ്യൽ സറഗസി പാടില്ല, അതിനാണ് റിലേറ്റഡ് ആവണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കോൺട്രവേഴ്സി വന്നത് അത് പക്ഷേ അതേ സെൽഫ് ക്ലാരിഫൈഡ്, അവർ 6 കൊല്ലം മുമ്പ് രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു. അതിന് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് ഫംഗ്ഷൻ നടത്തിയത് ജസ്റ്റ് റീസെൻ്റ്ലി ആണെന്ന് തന്നെ. പിന്നെ ആ സറഗേറ്റ് മദർ വാസ് റിലേറ്റഡ് ടു
ദ മദർ. അപ്പം ആ കോൺട്രവേഴ്സി അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസാണ്. പിന്നെ ഉള്ളത് വേറൊരു ഇത് വന്നത് ഈ മെൻ്റൽ ഹെൽത്ത് ആക്ടിൽ മെയിൻ ഡിഫറൻസ് വന്നത് അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. അത് ഡീക്രിമിനലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നു. നമുക്കറിയാം മുമ്പെല്ലാം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കെതിരെ 309 എടുക്കുമായിരുന്നു IPCയിൽ. അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് വാസ് കൾപ്പബിൾ, അതായത് പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. അത് മെൻ്റൽ ഹെൽത്ത് ആക്ട് പുതിയ പ്രൊവിഷൻ പ്രകാരം അത് അവരുടെ മെൻ്റൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ആസ് സച്ച് ദേ ഷുഡ് നോട്ട് ബി ട്രോമറ്റൈസ്ഡ് ഫർദർ. അതായത് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് അവർക്കെതിരെ എടുത്ത് പിന്നെ അവരെ ഇനിയും ട്രോമറ്റൈസ് ചെയ്ത് അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ വഷളാക്കരുത് എന്നുള്ള ആ ഒരു രീതിയിൽ അത് ഡീക്രിമിനലൈസ് ചെയ്തു. ഇത്രയും നേരം നമ്മൾ പലതരം ഹെൽത്ത് റിലേറ്റഡ് ആക്ട്സും അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ആക്കാം എന്നും എങ്ങനെ അത് ഫോം ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ഭാഗം എല്ലാവരും കാണണം. അതിൽ നമ്മൾ കൂടുതലായിട്ട് ആരോഗ്യം നയപരവുമായിട്ടുള്ള ബന്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.